അധ്യായം 47. അമ്മയും ഡാഡിയും. അശ്വിൻ സിദ്ധാർത്ഥിന്റെ മുറിയിൽ നിന്ന് നീലിമയെ വിളിച്ചു. അമ്മ വാ, ഇവിടെ കിടക്കാം. അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥും നീലിമയും പരസ്പരം നോക്കി. നീലിമ ആകെ വല്ലാതെയായി. അച്ചോ, നീ വന്നേ, നമുക്ക് മുറിയിലേക്ക് പോവാം. നീലിമ പറഞ്ഞു. അതെന്തിനാ പോകുന്നേ? ഇവിടെ കിടന്നാൽ എന്താ പ്രശ്നം? അശ്വിൻ ചോദിച്ചു. നീലിമ അത് കേട്ട് അശ്വിനെ നോക്കാതെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പറഞ്ഞു. സിദ്ധാർത്ഥ്, താങ്ക്സ്, ഇവൻ എത്രയും നേരം നോക്കിയതിന്. അവൻ അങ്ങനെയൊക്കെ പറയും, കുട്ടിയല്ലേ, ക്ഷമിക്കണം. അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു കാണുമെന്ന് കരുതിയാണ് നീലിമ ഉടനെ അങ്ങനെ കയറി പറഞ്ഞത്. സിദ്ധാർത്ഥിന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ലല്ലോ. സിദ്ധാർത്ഥ് പക്ഷേ സൗമ്യനായി അവളെ നോക്കിയതേയുള്ളൂ. അവന്റെ നോട്ടം കണ്ട നീലിമ വേഗം അശ്വിന്റെ കയ്യിൽ പിടിച്ചു. അച്ചു വന്നേ, നമുക്ക് പോവാം. ഡാഡിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നീ. വന്നേ, നീലിമ പറഞ്ഞു. അശ്വിൻ ഉടനെ സിദ്ധാർത്ഥിന് നേർക്ക് നോക്കി. ഞാനിവിടെ കിടന്ന ഡാഡിക്ക് ബുദ്ധിമുട്ടാവോ? അശ്വിൻ നിഷ്കളങ്കമായി ചോദിച്ചു. സിദ്ധാർത്ഥ് അശ്വിനെ നോക്കി പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട അശ്വിൻ ഉത്സാഹത്തോടെ നീലിമയെ നോക്കി. കേട്ടില്ലേ ഡാഡി പറഞ്ഞത്? എനിക്കിവിടെ കിടന്നാ മതി. അമ്മ വേണേ പൊക്കോ, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അവൻ ഈ ഇടയായി ഓരോ കാര്യത്തിനും വല്ലാതെ വാശി പിടിക്കുന്നുണ്ട്. അത് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ ശരിയാവില്ല. നീലിമ ഉടനെ അശ്വിനെ നോക്കി പറഞ്ഞു. ദേ അച്ചു, ഞാൻ നിന്നോട് മര്യാദക്ക് വരാനാ പറഞ്ഞത്, അല്ലേ തല്ല് കിട്ടും. അമ്മ പറഞ്ഞത് കേട്ട് അശ്വിൻ സങ്കടത്തോടെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. ഞാൻ പോവില്ല. സ്കൂളിലൊക്കെ എല്ലാവരും അവരച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് കിടക്കുന്നത്. എനിക്കിന്ന് അങ്ങനെ കിടക്കണം. അശ്വിൻ കരയാൻ തുടങ്ങി. നീലിമയാകെ വല്ലാതെയായി. സിദ്ധാർത്ഥ് എന്ത് കരുതുമെന്നാണ് അപ്പോഴൊക്കെ അവൾ ചിന്തിച്ചത്. കരയുന്ന അശ്വിനെ നോക്കി നീലിമ പറഞ്ഞു. അച്ചോ, നീ എന്താ മോനെ പറഞ്ഞ അനുസരിക്കാത്തത്? വന്നേ, അമ്മ പറയട്ടെ. നീലിമ അവനെ സ്നേഹത്തോടെ വിളിച്ചു. പക്ഷേ അശ്വിൻ സിദ്ധാർത്ഥിന്റെ നെഞ്ചിലേക്ക് വീണ് കരയാൻ തുടങ്ങി. അശ്വിൻ കരയുന്നത് അധിക സമയം കണ്ടു നിൽക്കാൻ സിദ്ധാർത്ഥിന്റെ മനസ്സ് അനുവദിച്ചില്ല. മതി പറഞ്ഞത്, ഇന്ന് അവൻ ഇവിടെ കിടന്നോട്ടെ, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ അതിശയത്തോടെ അവനെ നോക്കി. ഇനി എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ സിദ്ധാർത്ഥ് വഴക്ക് പറയുമെന്ന് ഭയന്ന് അവൾ ഉടനെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അശ്വിൻ അവളെ നോക്കി വീണ്ടും കരയാൻ ആരംഭിച്ചു. അമ്മയോട് ഇവിടെ കിടക്കാൻ പറ ഡാഡി, അശ്വിൻ പറഞ്ഞു. സിദ്ധാർത്ഥ് അവന്റെ കരച്ചിൽ നിർത്താൻ മറ്റു വഴികളില്ലാതെ നീലിമയെ നോക്കി. അച്ചോ, കരയാതെ, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ അശ്വിൻ കൂടുതൽ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. അമ്മ ഇവിടെ കിടക്കണം, അശ്വിൻ വാശിയോട് പറഞ്ഞു. നീലിമ ഇതെല്ലാം കണ്ട് കൈ തുള്ളി നിൽക്കുകയായിരുന്നു. നിനക്ക് ഞാൻ തരാടാ, നീലിമ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി. അതെ, നീയും കൂടെ ഇന്നിവിടെ കിടന്നു, അല്ലേ ഇവൻ ഒരാളെ ഉറക്കുമെന്ന് തോന്നുന്നില്ല. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അമ്പരന്ന് നിന്നുപോയി. അവന്റെ കൂടെ ഒരു മുറിയിൽ താമസിക്കുന്ന കാര്യം അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷെ ആ അവസ്ഥയിൽ ഒന്നും എതിർത്ത് പറയാനും അവൾക്ക് കഴിഞ്ഞില്ല. നീലിമ പതിയെ റൂമിലേക്ക് കയറി വന്നു. എന്നിട്ട് സോഫയിൽ ചെന്നിരുന്ന് അശ്വിനെ നോക്കി കണ്ണിരുട്ടി. സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചിരുന്നു. അവന്റെ ഉള്ളിൽ ചിരി പൊട്ടി. അവൻ പക്ഷെ എപ്പോഴത്തെയും പോലെ അത് മറച്ചു വെച്ചു. അവിടെ നോക്കിയിരിക്കാനല്ല പറഞ്ഞത്, വന്ന് കിടക്കാനാണ്, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ മൂളി. എന്നിട്ട് അവന്റെ ബെഡിൽ കയറി ഒരു മൂലയിലേക്ക് കിടന്നു. അശ്വിൻ അപ്പോൾ ഉത്സാഹത്തോടെ അവരുടെ രണ്ടുപേരുടെയും കൈകൾ അവന്റെ ദേഹത്തേക്ക് ചേർത്ത് വെച്ച് മനസ്സ് തുറന്നു ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. ഹായ്, എന്റെ ഡാഡിയും അമ്മയും ഒരു മുറിയിൽ കിടക്കുന്നല്ലോ. അശ്വിൻ അത് പറഞ്ഞപ്പോൾ നീലിമ ആകെ വല്ലാതെയായി. അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. അവനാണെങ്കിൽ അശ്വിൻ പറയുന്നതെല്ലാം ആസ്വദിക്കുന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. അച്ചോ, ഇങ്ങേരുടെ സ്വഭാവം എപ്പോഴും മാറുന്നതെന്ന് അറിയില്ല. ഇങ്ങനെ പോയാൽ നിന്നെയും എന്നെയും ചവിട്ടി പുറത്താക്കുമെന്നാ തോന്നുന്നത്, നീലിമ മനസ്സിൽ പറഞ്ഞു. അമ്മ, എനിക്ക് ഉറക്കമേ വരുന്നില്ല. സന്തോഷം കൊണ്ട്, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് നീലിമ പറഞ്ഞു. നാളെ സ്കൂളുണ്ട് അച്ചു, ഉറങ്ങാൻ നോക്ക്. അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. സിദ്ധാർത്ഥ് ആദ്യമായാണ് അവന്റെ മുറിയിൽ ഒരു പെണ്ണിനെ താമസിപ്പിക്കുന്നത്. ഈ ഇടയായി തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല. നീലിമ കൂടെയുള്ളപ്പോൾ നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. അശ്വിനെ കരുവാക്കി മനഃപൂർവ്വം അവളോട് മുറിയിൽ കിടക്കാൻ പറഞ്ഞതാണ്. സിദ്ധാർത്ഥ നീലിമയെ ഒളിക്കണ്ണിട്ട് നോക്കി. അവൾ സീലിംഗിൽ നോക്കി അസ്വസ്ഥയായി കിടക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരി വന്നു. സമയം കടന്നുപോയി. ഒടുവിൽ എപ്പോഴോ അവർ 3 പേരും ഉറങ്ങിപ്പോയി. രാവിലെ സിദ്ധാർത്ഥിന്റെ മുറിയിലേക്ക് കോഫിയുമായി വന്ന മല്ലിക അവന്റെ മുറിയിൽ നീലിമയെ കണ്ട് അതിശയിച്ചു പോയി. സിദ്ധാർത്ഥ് അവളെ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ശേഷവും 2 പേരും 2 മുറിയിൽ ഉറങ്ങുന്നതാണ് കാണാറുള്ളത്. അതിന് മാറ്റം വന്നിരിക്കുന്നു. സിദ്ധാർത്ഥ് പൂർണ്ണമായും ഭാര്യയായി മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് കരുതിയ മല്ലിക അതിയായി സന്തോഷിച്ചു. അശ്വിൻ എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ മല്ലിക അവനെയും കൂട്ടി ചായ കൊടുക്കാനായി താഴേക്ക് പോയി. നീലിമ ഇതൊന്നും അറിയാതെ മയക്കത്തിലായിരുന്നു. അവൾ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ബോധമില്ലാതെ നീങ്ങിക്കിടന്നു. സിദ്ധാർത്ഥ് ഉണർന്നു കിടക്കുകയായിരുന്നു. അവൻ നീലിമയെ നോക്കി. അവളുടെ മുഖം അത്ര അടുത്ത് കണ്ടപ്പോൾ അവന് വീണ്ടും അവളെ ചുംബിക്കാൻ തോന്നി. നീലിമ എന്ത് കരുതുമെന്ന് ഭയന്നതുകൊണ്ട് മാത്രം അവൻ അതിന് മുതിർന്നില്ല. നീലിമ അപ്പോൾ അവന്റെ ദേഹത്തോട് വീണ്ടും വന്ന് ഒട്ടിക്കിടന്നു. അവളുടെ കൈകൾ അവന്റെ നെഞ്ചിലേക്ക് മെല്ലെ നീങ്ങി.
സത്യത്തിൽ നീലിമ അത് ഉറക്കത്തിൽ അറിയാതെ ചെയ്തതാണ്. അവൾ ഈ പ്രവൃത്തി തുടർന്നാൽ തന്റെ നിയന്ത്രണം തെറ്റുമെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവളെ തട്ടി വിളിച്ചു. നീലിമ. സിദ്ധാർത്ഥിന്റെ ശബ്ദം കേട്ട് നീലിമ ഉടനെ കണ്ണുകൾ വലിച്ചു തുറന്നു. അപ്പോഴാണ് താൻ സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് എന്ന് അവൾ തിരിച്ചറിയുന്നത്. അയ്യോ സോറി, നീലിമ പെട്ടെന്ന് പറഞ്ഞു. എന്ത് സോറി? എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കുവാലേ? കൊള്ളാം. സിദ്ധാർത്ഥ് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ മനഃപൂർവ്വം പറഞ്ഞു. നീലിമയ്ക്ക് കലി വന്നു. അയ്യടാ, പ്രലോഭിപ്പിക്കാൻ പറ്റിയ സാധനം, നീലിമ ഉടനെ പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കേട്ട് അവളെ നോക്കി. എണീറ്റ് പോവാൻ നോക്ക്, നേരം കൊടുത്തു. കൂടുതൽ പ്രലോഭിപ്പിക്കാൻ നോക്കല്ലേ, സിദ്ധാർത്ഥ് പറഞ്ഞു. ദേ സിദ്ധാർത്ഥ്, ഞാൻ നിങ്ങളങ്ങനെ പ്രലോഭിപ്പിക്കാൻ നോക്കിയതൊന്നുമല്ല. ഉറക്കത്തിൽ അറിയാതെ കെട്ടിപ്പിടിച്ചു പോയതാണ്. ഏത് നേരത്താണെന്തോ ഇവിടെ കിടക്കാൻ തോന്നിയത്, നീലിമ അരിശത്തോട് പറഞ്ഞു. സിദ്ധാർത്ഥ് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. നീലിമ ഉടനെ അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ കാല് തെറ്റി നേരെ സിദ്ധാർത്ഥിന്റെ നെഞ്ചത്തേക്ക് തന്നെ വന്നു വീണു. നീലിമ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ അമ്പരപ്പോടെ നോക്കി. സിദ്ധാർത്ഥും കുറച്ചു സമയത്തേക്ക് ആകെ സ്തംഭിച്ചു പോയി. നീലിമയുടെ മുടിയിഴകൾ പറക്കുന്നതും നോക്കി അവൻ അങ്ങനെ മതി മറന്നു നിന്നുപോയി. പെട്ടെന്ന് ബോധം തിരികെ കിട്ടിയതുപോലെ സിദ്ധാർത്ഥ് പറഞ്ഞു. എണീറ്റ് പോയേ, കിടപ്പ് കണ്ടാൽ തോന്നുമല്ലോ സോഫയിലെങ്ങനെ വീണതാണെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോഴാണ് നീലിമയ്ക്കും അബദ്ധം മനസ്സിലായത്. അവൾ ഉടനെ സിദ്ധാർത്ഥിന്റെ ദേഹത്ത് നിന്നും എഴുന്നേറ്റു. സോറി പറഞ്ഞതിനു ശേഷം ഓടി ബാത്റൂമിലേക്ക് കയറി. സിദ്ധാർത്ഥ് അവൾ പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് അപ്പോൾ ഒരു ചിരി തെളിഞ്ഞു. നേരെ ബാത്റൂമിലേക്ക് കയറി നീലിമ സിദ്ധാർത്ഥിന്റെ ദേഹത്ത് അത്രയും നേരം കിടന്ന കാര്യം ഓർത്തു നോക്കി. ഈശ്വരാ, ഇയാളെന്ത് ദേഷ്യപ്പെടാതിരുന്നത്? എന്തോ ഭാഗ്യം കൊണ്ടാ അയാളെടുത്ത് ജോലിയിൽ എറിയാഞ്ഞത്. അച്ഛനെ കൊണ്ട് പറ്റുന്ന ഓരോ കാര്യം, നീലിമ മനസ്സിൽ പറഞ്ഞു. അവൾക്ക് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെയും മറ്റൊരാളോടും തോന്നാത്ത വിധം അടുപ്പം തോന്നുന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് സിദ്ധാർത്ഥം ആലോചിച്ചു കൊണ്ടിരുന്നത്. തനിക്ക് അവളോട് പ്രണയമാണോ എന്ന് സ്വയം ചോദിക്കുകയായിരുന്നു. നീലിമ കുളിച്ചിറങ്ങി താഴേക്ക് ചെന്നപ്പോൾ മല്ലിക അശ്വിന് ഭക്ഷണം വാരിക്കൊടുക്കുകയായിരുന്നു. നീലിമ ഉടനെ അവിടേക്ക് നടന്നു. അപ്പോൾ പ്രാതൽ കഴിക്കാനായി സിദ്ധാർത്ഥും അവിടേക്ക് വന്നു. ഇപ്പോൾ സിദ്ധാർത്ഥും നീലിമയും ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെയാണ് പെരുമാറുന്നത്. അത് ശ്രദ്ധിച്ച മല്ലിക രണ്ടുപേരെയും മാറി മാറി നോക്കി. സിദ്ധാർത്ഥ ദോശയെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. നീലിമയാണെങ്കിൽ കോഫി കുടിക്കുന്നു. രണ്ടുപേരും പരസ്പരം നോക്കുന്നു പോലുമില്ല. ഷെടാ, ഈ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇന്നലെ ഒരുമിച്ചുറങ്ങിയപ്പോൾ എല്ലാം ശരിയായെന്നാ കരുതിയത്. എന്നിട്ടിപ്പോ ഇവരെന്താ ഇങ്ങനെ? മല്ലിക സ്വയം ചോദിച്ചു. അത് അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് മല്ലികയ്ക്ക് തോന്നി. അവൾ ഉടനെ പറഞ്ഞു. അല്ല സിദ്ധുമോനെ, മോന്റെ വീട്ടിൽ അറിയിക്കണ്ടേ കല്യാണക്കാര്യം? മല്ലിക ചോദിച്ചു. അത് കേട്ട് സിദ്ധാർത്ഥ് തല ഉയർത്തി. നീലിമയും അത് കേട്ട് മല്ലികയെ നോക്കി. സിദ്ധാർത്ഥിന്റെ കുടുംബം കല്യാണക്കാരും അറിഞ്ഞാൽ എങ്ങനെയാവും പ്രതികരിക്കാമെന്ന് ഓർത്തപ്പോൾ തന്നെ നീലിമയ്ക്ക് വല്ലാതെയായി. അതിനൊക്കെ സമയമുണ്ടല്ലോ മല്ലികാമേ, സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ നീലിമയെ ഒളി കണ്ടിട്ട് നോക്കിയാണ് അത് പറഞ്ഞത്. അവളുടെ മുഖത്തെ പരിഭ്രമം സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു. അത് പോരോ കുഞ്ഞെ, അവരൊക്കെ ഇപ്പൊ തന്നെ ആരെങ്കിലും പറഞ്ഞ് വിവരം അറിഞ്ഞു കാണും. അപ്പോ നമ്മൾ പറയാതിരുന്നാൽ മോശമാണ്. എന്നെയും ഈ ജോലിയെയും വരെ അത് ബാധിക്കും, മല്ലിക പരിഭ്രമം മറച്ചു വെക്കാതെ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ അമ്മ ഗീതയാണ് മല്ലികയെ ആ വീട്ടിൽ ജോലിക്കായി കൊണ്ടുവന്നത്. അതിന്റെ ഒരു സ്നേഹവും കടപ്പാടും മല്ലികയ്ക്ക് എന്നും ആരോടുണ്ട്. പോരാത്തതിന് സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്ക് നല്ലൊരു തുക മല്ലിക തിരികെ കൊടുക്കാനുമുണ്ട്. അതൊക്കെ ഓർത്തതുകൂടി കൊണ്ടാണ് മല്ലിക ഉടനെ അങ്ങനെ പറഞ്ഞത്. സിദ്ധാർത്ഥ് ആകെ ആശയക്കുഴപ്പത്തിലായി. സത്യത്തിൽ വീട്ടിൽ നീലിമയെ വിവാഹം ചെയ്ത കാര്യം അറിയിക്കണമെന്ന് അവൻ അതുവരെ ചിന്തിച്ചിട്ടില്ല. മറ്റൊരു വിവാഹം ആലോചിച്ച് തുടങ്ങുമ്പോൾ പറയാമെന്നാണ് കരുതിയിരുന്നത്. ഇതിപ്പോൾ വീട്ടിൽ അറിയിക്കാതെ മല്ലിക ഈ സംസാരം നിർത്തുമെന്ന് തോന്നുന്നില്ല. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. മോനെ, ഞാൻ പറയുന്നത്, മോൻ അവരെ ഒന്ന് വിളിച്ച് കാര്യമൊന്ന് സംസാരിക്ക്. അവരങ്ങനെ എതിർത്ത് പറയൊന്നുമില്ല. നീലിമ മോളെ ആർക്കാ ഇഷ്ടാവാത്തത്? മല്ലിക പറഞ്ഞു. അപ്പോൾ നീലിമ സിദ്ധാർത്ഥിന്റെ അമ്മയെ ആദ്യമായി കണ്ട കാര്യം ഓർത്തു നോക്കി. അന്ന് അവർക്ക് തന്നോട് വളരെ സ്നേഹമായിരുന്നു. സിദ്ധാർത്ഥിന്റെ മകനാണ് അശ്വിൻ എന്ന് കരുതി അവനെയും അന്ന് അവർ വളരെയധികം സ്നേഹിച്ചിരുന്നതുമാണ്. പക്ഷെ ഇപ്പോൾ അശ്വിൻ സിദ്ധാർത്ഥിന്റെ മകനല്ല എന്ന യാഥാർത്ഥ്യം അവർക്കറിയാം. ഒരു മകനുള്ള പെണ്ണിനെയാണ് സിദ്ധാർത്ഥ് വിവാഹം കഴിച്ചതെന്നറിഞ്ഞാൽ എങ്ങനെയാവും അവന്റെ കുടുംബം തന്നോട് പെരുമാറുക എന്ന കാര്യം ഓർത്തപ്പോൾ അവൾക്ക് പേടി തോന്നി. സിദ്ധാർത്ഥ് അവളുടെ മുഖം ശ്രദ്ധിച്ചു. മല്ലികാമേ, ഞാൻ പറഞ്ഞോളാം, അതൊക്കെ എന്തായാലും പറഞ്ഞേ പറ്റൂ എന്നറിയാം. എന്നാലും ഉടനെ പറയേണ്ടെന്ന് കരുതിയത് കൊണ്ടാണ്. നീലിമയെ അമ്മ കണ്ടിട്ടുണ്ട്, സോ ഇഷ്ടാവും, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമയ്ക്ക് സമാധാനം കിട്ടാൻ കൂടിയാണ് സിദ്ധാർത്ഥ് അപ്പോൾ അങ്ങനെ പറഞ്ഞത്. മല്ലിക അത് കേട്ട് സന്തോഷിച്ചു. സിദ്ധാർത്ഥ് ഉടനെ കല്യാണക്കാരും വീട്ടിൽ അറിയിക്കുമെന്നും അവർ കരുതി. നീലിമയെ അവൻ പൂർണ്ണമായും ഭാര്യയായി സ്വീകരിക്കുന്നത് കാണാൻ ആ സ്ത്രീ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. നീലിമ ഒന്നും പറയാതെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. അവൾക്ക് സിദ്ധാർത്ഥിനോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മല്ലികയുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥ് തന്നെ വഴക്കു പറയുമെന്ന് പേടി തോന്നി.
നീലിമ പോയപ്പോൾ സിദ്ധാർത്ഥം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. പിന്നീട് മല്ലിക അശ്വിനെ ഒരുക്കാനും മറ്റുമായി പോയി. നീലിമയ്ക്കന്ന് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നതുകൊണ്ട് അശ്വിനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയതുമില്ല. മല്ലിക അവന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുമെന്ന് നീലിമയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കാനും നിന്നില്ല. നീലിമ റെഡിയായി ഇറങ്ങി വന്നപ്പോൾ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അശ്വിൻ അവന്റെ കാറിൽ ചെന്ന് കയറി. നീലിമ കയറാതെ നിൽക്കുന്നത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു. വാ കേറിക്കോ, ഞാൻ കൊണ്ടുവിടാം, സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു. നീലിമ ഒന്നും പറയാതെ കാറിലേക്ക് കയറി. മല്ലിക അവർ പോകുന്നത് നോക്കി നിന്നു. കാറിലിരുന്ന് നീലിമ ഒന്നും സംസാരിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. സിദ്ധാർത്ഥിന്റെ വീട്ടുകാർ കല്യാണം നടന്ന കാര്യം അറിഞ്ഞാൽ തന്നോട് എങ്ങനെ പെരുമാറുമെന്ന് മാത്രമായിരുന്നില്ല അവൾ അപ്പോൾ ചിന്തിച്ചത്. ആ കാര്യം അവരറിയിക്കാതിരിക്കുന്നത് മോശമാണെന്നും കൂടിയാണ്. സിദ്ധാർത്ഥിന്റെ അമ്മയും അച്ഛനുമൊക്കെ വളരെ നല്ലവരാണ്. നാളെ ഒരു നാളിൽ അശ്വിനും തന്നോടങ്ങനെ കാണിച്ചാൽ താൻ എങ്ങനെ സഹിക്കുമെന്ന് നീലിമ ആലോചിച്ചു. അപ്പോഴേക്കും അശ്വിന്റെ സ്കൂൾ എത്തിയിരുന്നു. അശ്വിനെ ക്ലാസ്സിൽ കൊണ്ടുവിട്ട ശേഷം അവനോട് ടാറ്റ പറഞ്ഞിട്ട് നീലിമ വീണ്ടും കാറിലേക്ക് കയറി. സിദ്ധാർത്ഥ് മുന്നോട്ട് നോക്കി പല്ല് പോലെ ഇരിക്കുകയായിരുന്നു. അവൻ മല്ലിക പറഞ്ഞ കാര്യം സീരിയസ് ആയി എടുത്ത ലക്ഷണമേ ഇല്ല. ഇതങ്ങനെ വിടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാലോചിച്ച നീലിമ രണ്ടും കൽപ്പിച്ച് സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി. സിദ്ധാർത്ഥ്, നീലിമ വിളിച്ചു. സിദ്ധാർത്ഥ് ചോദിച്ചു. അല്ല, നമ്മുടെ വിവാഹകാര്യം വീട്ടിൽ അറിയിക്കണ്ടേ? മല്ലികാമ്മ പറഞ്ഞത് ശരിയല്ലേ? നീലിമ അല്പം ഭയത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് മിണ്ടിയില്ല. അവൾ തുടർന്നു. അല്ല, എഗ്രിമെന്റ് കല്യാണമാണ് എന്നും എനിക്കും അറിയാം. പക്ഷേ അവരോടത് പറയാതിരിക്കുന്നത് ശരിയല്ല. വീട്ടിൽ വേറെ വിവാഹം നോക്കാതിരിക്കാനല്ലേ പ്രധാനമായും നമ്മളിത് ചെയ്തത്. അപ്പോൾ അറിയിക്കുന്നതല്ലേ മര്യാദ? സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോൾ മറുപടി പറഞ്ഞില്ല. വീണ്ടും ആ കാര്യം സംസാരിച്ചാൽ അവന് ദേഷ്യം വരുമെന്ന് കരുതി നീലിമ പിന്നെ ഒന്നും പറഞ്ഞില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ നീലിമയുടെ ഓഫീസിന് മുന്നിൽ സിദ്ധാർത്ഥ് വണ്ടി നിർത്തി. അവൾ കാറിൽ നിന്നിറങ്ങി അവനെ നോക്കി. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ പറഞ്ഞു. വീട്ടിൽ അറിയിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീലിമ തന്റെ ജോലി നോക്കൂ, സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടതൊന്നുമല്ല. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ സംസാരിക്കാം വീട്ടിൽ, നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പും വേണ്ട. അത്ര പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് കാറും എടുത്തു പോയി. അവൻ പോകുന്നത് അവൾ ദേഷ്യത്തോടെ നോക്കി നിന്നു. ഈ കാട്ടുപോത്തിനോട് സംസാരിക്കാൻ ചെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നീലിമ പെറുപുറത്തു.